നിങ്ങളെ വെൽക്കം ടു പോളി ഫാമിലി വ്ളോഗ്. എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഉറങ്ങിയാണ് ചേഞ്ചാണ് തൂങ്ങി കഴിച്ച് ഇതാ ഒരു കട്ടൻ കട്ടൻ ബ്ലാക്ക് ടീ. നിനക്ക് ഏതാണ്? നിനക്കും ബ്ലാക്ക് ടീ ആണ്. ചിയേഴ്സ് ചിയേഴ്സ്. അപ്പോൾ ഇന്ന് ഡേ 2. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പ്ലാനിങ്. അതിനു മുമ്പ് ഞാനിപ്പോൾ എന്താ രാവിലെ മോർണിംഗ് തന്നെ ഒരു ഇൻട്രോ ചെയ്ത് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താ അറിയോ, നമ്മുടെ ഈ കുട്ടനാട്ടിൽ എങ്ങനെ അറിയോ, ഇവരുടെ സ്ഥലത്തൊക്കെ നമുക്ക് ഒരു തോർത്ത് കൊണ്ടുണ്ട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അറിയാവോ? അതാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഏത് നോക്കിക്കോ, ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടാണ്. ആ വെള്ളം കാണുന്നില്ലേ, അവിടെ എത്ര മീൻ കിട്ടുന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീട്. വീടിൻ്റെ നേരെ മുന്നിൽ ഇതേപോലെ എനിക്ക് ക്യാമറയിൽ കാണുമെന്നറിയില്ല. ഇഷ്ടം പോലെ മീനാണ്. മീൻ പിടിക്കുക, ഇതവിടെ ഒരാൾ കറി വെച്ച് തരും. അല്ല ഞാൻ ചെറിയ മീന്. ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം, അതും കുട്ടനാട്. എൻ്റെ വൈഫ് ഹൗസ്. മീൻ കഴിച്ച് മതിയാവും. ഏത് വെറൈറ്റി, ഓരോ ദിവസം ഓരോ വെറൈറ്റികൾ കഴിച്ച് തന്നെ മതിയാവും. ഇന്ന് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പോയി നോക്കാം. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ്, ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, വന്നിട്ട് ഇന്ന് ആദ്യമായിട്ട് പോവാണ്. പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഗൈസ് എന്നെ രാവിലെ എണിച്ച് നടത്തിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എന്താ അതിൻ്റെ പേര്? വൺ ഡേ. ഇവരെങ്ങനെ വെച്ചാൽ ഈവനിങ് നമ്മൾ വാക്കിങ്ങിന് പോണ പോലെ ഇവര് വൈകുന്നേരം അതിനപ്പുറത്ത് കായലും. പക്ഷെ ഇത്ര അടുത്ത് ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ തമിഴ് സ്വന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ വെച്ചാലും അടിപൊളി ഫ്രെയിമിൽ അടിപൊളി ഫോട്ടോസ് ആയിരിക്കും നമ്മുടെ. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അതിൻ്റെ കഷ്ടം. നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് വന്നിട്ട് ഓക്കെ, ടൂറിസ്റ്റ് പ്ലേസിൽ വന്നിട്ട് 1-2 ദിവസത്തിലൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. പക്ഷെ ഇവിടെ ഫുൾ ടൈം താമസിക്കുന്നവർക്ക് ഇങ്ങനെ ரொம்ப കഷ്ടം. എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. നാച്ചുറൽ ബ്യൂട്ടി ആരൊക്കെ പിടിക്കാതെ, എല്ലാവർക്കും പിടിക്കും. ஏடா நான் சொன்ன இடம் இதுதான். பண்ட இதா எப்படி இருக்கு വ്യൂ உங்களுக்கு காமிக்கறாங்க. பக்கத்துல போய் காமிக்கறாங்க. കാണുന്നോണ്ട് നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ വെള്ളം എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ സ്ഥലം കുട്ടനാട്. ഇത് മോർണിംഗ് എത്ര മണി? 9 മണി. നോക്കിട്ട് അത് ഇവിടെ മഴ പെയ്യുന്നുണ്ടോ? പെയ്തു. കൊടന്നോർത്ത്. അയ്യോ മഴ വന്നിരിച്ചേ. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇടം. പാക്ക വന്ന് അപ്പം മഴ. അതേപോലെ നേരത്തേക്ക് ബീച്ചിൽ പോകണം. ക്ലൈമറ്റ് എല്ലാം നല്ല മൂടാ വന്നിരിച്ച്. അപ്പവും മഴ. இந்த റെയിനി സീസണിൽ വന്നു കഴിഞ്ഞാലേ പ്രശ്നം. അതാ ഞാൻ കുട പിടിക്കാം. കംപ്ലീറ്റഡ്. കേറുമ്പോ ഷിപ്പില് ഇതിലല്ലേ, എന്താണ് ബോട്ടിലല്ലേ, അതൊരു പേടിയുണ്ട്. എനിക്ക് പേടിയില്ല. ഞാനാ ഡ്രൈവറിനോട് പേടിയില്ല അല്ലേ. ഗൈസ് ഞങ്ങള് ബെല്ലില്ല ബ്രേക്കില്ല പറഞ്ഞ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരാളുടെ എന്താണ് ഒരു സർപ്രൈസ് കണ്ട്, സർപ്രൈസ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് എന്നെ കൂട്ടിയിട്ട് വന്നത്. അയ്യോ കുഴി, അയ്യോ എന്റെ വലിയ ഡ്രൈവിങ്ങിന്റെ കഥ കേട്ട് ഞാനങ്ങ് മയങ്ങി പോവാണ്. ശരി, എന്നെ സേഫായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ കുഴിയായ കുഴിമുഴ കൊണ്ട്
നല്ല റോഡ് നിങ്ങക്ക് കാണിച്ച റോഡ് കാട്ടിൽ കൂടെ പോണ പോകുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ റോഡിനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ വെള്ളം അങ്ങനെ പറയും. ഞാൻ വിളിച്ച DGP വരെ വരും. അന്ന് ഞാൻ വിളിച്ചല്ലോ ആരും വരില്ല അന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. കുറിച്ചി ഇപ്പൊ ഞങ്ങള് ഡയറക്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ്? കോട്ടയത്ത് നിന്ന് മലരിക്കൽ മറ്റേ താമരപ്പൂ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് അതിന്റെ ടൈം. ആ പൂവെല്ലാം വിരിഞ്ഞ് നല്ല സമയം കാണിക്കുന്നുണ്ട്. പക്ഷെ ചില റീൽസ് ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ശരി എന്തായാലും ഏതോ എന്നെ കൊണ്ടുപോകുന്നുണ്ട് കാണിച്ചു തരാൻ. എനിക്കൊരു ആഗ്രഹം ഈ സമയത്ത് ചെമ്പരത്തി പോവെങ്കിലും കാണിച്ചു തന്നാൽ മതിയായിരുന്നു. അത്രയും ചെമ്പരത്തി പൂവാണെങ്കിലും ഞാൻ പറിച്ചു തന്നിരിക്കും എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. ശരി, അപ്പൊ എനിക്കൊരു ആഗ്രഹം ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ ശരി, എന്തായാലും വന്നിരിക്കുക. നാളെ മറ്റന്നാൾ എന്തായാലും പോകും. ഉള്ളപ്പോഴാണ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റുള്ളൂ. നാളെ എന്തായാലും ഇവിടെ ഹോസ്പിറ്റലിൽ സ്കാനിങ് റിസൾട്ട് കാണിക്കാനൊക്കെ കൊണ്ടുപോകണം. ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണുന്നത്. ഇവിടെ ചെക്കപ്പ് ചെയ്യണ ഹോസ്പിറ്റലിൽ. അപ്പൊ കഴിഞ്ഞ തവണ വന്നിട്ടും വരാൻ പറ്റിയില്ല. അപ്പൊ നാളെ ചെക്കപ്പിന് പോണം. ഉച്ചക്കാണ് പോകുന്നത്. എന്റെ കുഞ്ചാപ്പി എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ അറിയണം എനിക്ക്. കിടന്നിങ്ങനെ ഇങ്ങനെ വേവ് പോലെ വരുന്നുണ്ട് വയറ്റില്. കാണുമ്പോ തന്നെ ഇങ്ങനെ കൊതിയാവാണ്. എപ്പോഴാ നീ ഒന്ന് പുറത്ത് വരുന്നത് കൊണ്ട്. അച്ഛനാണെങ്കിൽ ആണ്ടിലും സംക്രാന്തിയിലൊക്കെ വന്ന് നോക്കുള്ളൂ. പിന്നെ അവരവരുടെ കുട്ടികളെ കാണണമെങ്കിൽ എത്ര ലോങ് ആണെങ്കിലും ആരാണെങ്കിലും വരും. പഞ്ച് ഡയലോഗോടെ. ശരി, എന്തായാലും ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ മഴ ചതിക്കുമെന്നാണ് ഇന്നും എന്റെ നിഗമനം. അതുകൊണ്ട് കുട ഞങ്ങൾ കയ്യിലെടുത്തു. അതുകൊണ്ട് നമ്മൾ ഇന്ന് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ എന്തായാലും മാപ്പ് എന്തായാലും വെക്കണം. ഇവിടെ വഴി ക്ലിയർ അല്ല, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോ ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട്. കുഞ്ഞാ ഓണത് രക്ഷപ്പെടുത്തേ. പൂക്കൾ ലോട്ടസ് ഇല്ലെന്നല്ല അവരെന്താ പറഞ്ഞത് ഉണ്ട്. ഇപ്പൊ ഉച്ചക്ക് വന്ന എല്ലാം പൂവും വാടിയിരിക്കാണ്. ഗൈസ്, സംഭവം ഇവിടെ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. പക്ഷെ സത്യമാണ്, ഒരാളിനെ കണ്ടപ്പോ അവരൊക്കെ പറഞ്ഞു തന്നു നമുക്ക് ഇതേപോലെ ബിസിനസ് ആണ് സംഭവം. ഇതിപ്പോ എന്ത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചത് എന്നിട്ട് ഞാൻ പറയാം. ഇതിവിടെ ഫുള്ള് വെള്ളമാണ്. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് തോണിയാ, ഏറ്റവും വരെ ഉണ്ട് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരം പോണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഇവിടെയൊക്കെ വാടി കിടക്കണം പൂക്കളൊക്കെ. അത് ഉച്ച വെയിലല്ലേ, 10 മണിയാകുമ്പോ ഫുള്ള് അടയത്ര. അവിടെ ആ ഏട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ആ സമയത്ത് വരണം രാവിലെ. ആ ഒരു ടൈമിൽ വരണം. ഇപ്പോഴും കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഇപ്പോഴും ഇവിടെ റോഡ് സൈഡ് പൂവില്ല എന്നുള്ളൂ. കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണിക്കാൻ പറഞ്ഞു. ഇതാ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് തോണി കയറാൻ, വെള്ളത്തിൽ കയറാൻ പറ്റില്ല, റിസ്ക് ആണ്. ഈ സമയത്ത് റിസ്ക് എടുക്കാൻ ഞങ്ങളില്ല. കാരണം ഇതേപോലെ തോണിയാണ്. ഇതിലൂടെ കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഈ സമയത്ത് എൻ്റെ കുട്ടീനെ വെച്ച് റിസ്ക് എടുക്കാൻ ഞാനില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഇനിയിപ്പോൾ അവിടെ കുഞ്ചാപ്പിയൊക്കെ വന്ന് അല്ലേ, അല്ല ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അവർ പറഞ്ഞു കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും പൂക്കളൊക്കെ കാണാം. ഒരു അമ്പലത്തിന് ചുറ്റും പൂക്കൾ, നല്ല ബ്യൂട്ടി ആയിരിക്കും. അവിടെയാണ് മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളത് കണ്ടു നോക്കിയിട്ട് വരും. ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ? ഇതേപോലെ ആയിരിക്കും
എന്താണ് സീസൺ ആയി കഴിഞ്ഞാൽ, സീസൺ പറഞ്ഞാൽ 1 മാസം കൂടി ഉള്ളൂ, അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇത്. ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ വരുമ്പോൾ നല്ല നിറയെ ഉണ്ടാവും അത്ര. പിന്നെ ഇതിന്റെ അപ്പുറത്തെ ഒരു സ്ഥലമുണ്ട് എൻഡ് കഴിഞ്ഞിട്ട്, ഇതിന്റെ എൻഡ് കഴിഞ്ഞിട്ട് 600 ഏക്കറിൽ അത്ര അല്ലേ പൂ വിരിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരാള് കണ്ടപ്പോൾ പറഞ്ഞാണ്, ഭയങ്കരമായിട്ടെന്നാ പറഞ്ഞത്. ശരി, എനിവേ ഈ അടുത്തൊന്നും ചുറ്റി കണ്ടിട്ട് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് കാണാന്നുള്ളത് നോക്കിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ നടക്കാം, വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ? അത് തന്നെ. ഈ കയ്യില് സാധിച്ചെടുത്തു. ഞാന് എന്താണ് മറ്റേ കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് പൂ, ഇതാണ് ലോട്ടസ്, പിങ്ക് ലോട്ടസ്. ഇത് കാണാൻ വേണ്ടിയാണ്. ഇതിപ്പോ രാവിലെ വാട്ടർ ലില്ലി അല്ല, നമ്മള് എന്തായാലും വന്നെങ്കിലും ഒരു പൂവെങ്കിലും കിട്ടാതെ പോകും മോശമല്ലേ. അവര് തന്നു, ചേട്ടൻ വരുന്ന ബാക്കിലുണ്ട്, ആ ചേട്ടന്മാര് എന്തായാലും പോയി പറിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്തായാലും ശരി, അവിടെ ഇരിക്കുന്ന ഒരു പൂ തരുമോ ചോദിച്ചിട്ട് അവരെ കൊണ്ട് ചോദിച്ചിട്ട് വാങ്ങി വെച്ചാണ്. അപ്പൊ അവര് ശരി ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ, ഇത് ബ്യൂട്ടി. നമുക്കിപ്പോ തോണിയിലൊക്കെ പോവാണ് പറഞ്ഞാലേ, പോവാണെങ്കിൽ അത്ര ബ്യൂട്ടി ആയിരിക്കും. പൂക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം തോണി ഇങ്ങനെ പോകും അല്ലേ, നമുക്ക് കൈ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ തൊട്ടിട്ട് പോവാം. അത് രാവിലെ ആണെങ്കിലേ പറ്റുള്ളൂ വിരിഞ്ഞിരിക്കുന്നത്. ഇതിനെ കിട്ടി, സാധിച്ചു, അവള് സാധിച്ചെടുത്തു. ഫോട്ടോ എടുക്കാനാണ് അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു ശരി ഫോട്ടോ എടുത്തോറിട്ട് തന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ വേണ്ട കൊണ്ടുപോയിക്കോ പറഞ്ഞു. സ്നേഹം കണ്ടു, എനിക്കിത് പൊതുവേ കണ്ട സ്നേഹം വരും. ഇതിപ്പോ ഗർഭിണിയാണ്, ഒരു എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. എനിക്ക് ഇതിനോട് ചെറുപ്പം മുതലേ ഭയങ്കര കൃഷിയാണ്. എവിടെ പോയാലും അമ്മയായിട്ട് പോകുമ്പോ അമ്മയ്ക്ക് അറിയത് അടി ഉണ്ടാക്കും, ഞാനും അമ്മയും കൂടി. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഇത് പാടും. രാവിലെ 7 മണി മുതൽ 10 മണിയാകുമ്പോഴേക്കും നമ്മളിതൊക്കെ. പിന്നെ ഇപ്പൊ നൈറ്റ് ഇപ്പൊ 6 മണിക്ക് ശേഷം വീണ്ടും വരും. 9 മണിക്ക് 9 മണിക്ക് ശേഷം 9 മണിക്ക് അത്ര വരിക. എനിവേ ഒന്നിന് പകരം എന്താ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നു അല്ലേ. ഞങ്ങൾക്ക് തോണിയിൽ പോവാണ്ടെന്നെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ വാടിയിരിക്കുന്നു കണ്ടാ. പക്ഷെ ഇതിന്റെ വള്ളിയില്ലേ ഇത്ര അല്ല, നല്ല ലെങ്ത് ഉണ്ടാവും. ഇത് അവര് കട്ട് ചെയ്തിട്ട് തന്നാണ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ടാർഗറ്റ് ഫുഡ് കഴിക്കാൻ പോകണം. ഇവളുടെ സ്പെഷ്യൽ ഫുഡായ തവളർച്ചയും ഞാഞ്ഞോൾ ബിരിയാണിയും. എനിക്ക് ഞാഞ്ഞോളൊന്നും വേണ്ട, ഞാഞ്ഞോള് കഴിക്കുന്നത് ഇവരാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാ. മതിയായി, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നോണ്ടിരിക്കില്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റും. കുറച്ചും കൂടി ഇനിയിപ്പം 4 മണി കഴിഞ്ഞ് 4:30 ഒരു 5-6 മണിയാകുമ്പോ കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ടാവും. പക്ഷെ വയ്യ, ഇനി നമുക്ക് വീടെത്തണം. പോകുന്ന വഴിക്ക് വെള്ളവും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സേഫ് ആയിട്ട് പോകാൻ പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ പോവാം. ഓക്കെ കുഞ്ഞാ, നിനക്ക് മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനം കണ്ടോ? നീയും കണ്ടോ? നിന്റെ മുഖത്തെ ചിരി മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ കണ്ടു അത് ഞാൻ കാണിച്ചു തന്നു. ആ മുഖത്തിലെ തെളിച്ചം കണ്ടില്ല ഗൈസ്, അതെന്താണെന്നുള്ളത് അറിയോ? അവളുടെ ഫേവറേറ്റ്, എവിടെ കണ്ടാലും മനം മയങ്ങുന്ന ഫേവറേറ്റ് അല്ലേ കുഞ്ഞാ? ഇത് കൊണ്ടുവന്നു എല്ലാം ഉണ്ട് ഗൈസ്. അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സെലക്ഷൻ പോയിന്റ്. അതല്ല, ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു റീൽസ് കാണുന്നതല്ല, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. അതെന്താണ് ഞാൻ എന്റെ മുഖത്തെ ടോട്ടലി കൺഫ്യൂഷൻ ആയിരിക്കും, എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളത്. എന്തായാലും ഇതുവരെ വന്നാല് ഉസാറായി. അപ്പൊ അത് എക്സൈറ്റ് എന്താണെന്നുള്ളത് നിങ്ങള് കണ്ടോ? ഞാനും പ്രതീക്ഷിച്ചു ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് അവൾക്ക് വേറെ ആന വാങ്ങിക്കൊടുത്താലും എന്ത് വാങ്ങിക്കൊടുത്താലും ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് കുറച്ച് ചെറിയ കാര്യങ്ങളാണ് വലിയ പ്രിയം. അതാണ് ചിലപ്പോ ഇന്നലെ ഐഫോൺ വാങ്ങിക്കൊടുത്തു, അതിനേക്കാളും ഇഷ്ടമായിരിക്കും ഇവിടെ കൊണ്ടുവന്നതില്. അങ്ങനെയാണ്, കാരണം ചെറിയ കാര്യങ്ങൾക്കാണ് അവൾക്ക് ഭയങ്കര പ്രിയം. അപ്പൊ അത് കാണുമ്പോ ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് വാങ്ങിച്ചു കൊടുത്തു. അതെന്താണെന്നല്ലേ വന്നു. വണ്ടിയല്ലേ, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയല്ലോ. നിങ്ങളൊന്ന് കാണണം ഗൈസ്, നോക്കൂ, ഇതെല്ലാം പിക്കിൾസ് ആണ്, ഹോം മെയ്ഡ് പിക്കിൾസ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനം. ഏത് ചെറി പറഞ്ഞില്ല ഞാന്, അതിന്റെ ഉപ്പിലിട്ടത് അതല്ലേ ഇത്. ഇത് വണ്ടി വരുമ്പോഴേക്കും എടുക്കുക. നിനക്ക് എന്താ വേണ്ടി എടുത്തോ, സെലക്ഷൻ ഇത് മൊത്തം എടുത്തോന്നാ. ഇതെല്ലാം നോക്കി തീരുമ്പോ തന്നെ ഒരു ദിവസം ഇത് മറ്റേ ഇതാണോ? കഴിക്കും എന്താ അത്?
വാഴപ്പണ്ടിയിലെ ആ ഉണ്ണിത്തണ്ട്. അയ്യോ പുളി. ആ അത് മാങ്ങ. ഈ സമയത്ത് പുളി കഴിക്കണം എന്നല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? എന്ത് വാങ്ങി കഴിക്കണം എന്നൊക്കെ കൺഫ്യൂഷനാണ് ഗൈസ്. സൂപ്പറായിട്ടല്ലേ? വാഴപ്പണ്ടി പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താ പറയുക? ബനാന സ്റ്റെം അങ്ങനെ തന്നെ പറയാ. ആ ബനാനയുടെ ഉള്ളിലുള്ളത് കണ്ടെന്ന് വാങ്ങിക്കാം. എനിക്ക് വേണ്ടത് വാങ്ങിക്കാം. ഞാൻ ഒരു അവസാനം ഇല്ല ഇതിന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാം ഉണ്ട്. നാരങ്ങ കാന്താരി കാണാമോ? ഈന്തപ്പഴം. ആ ഈന്തപ്പഴം വേണ്ട, അത് സ്വീറ്റും ഇതല്ലേ. എങ്ങനെയുണ്ട്? ഇത് കണ്ണൊക്കെ എരിയുന്നു. സെറ്റ് കേട്ടോ. സ്വർഗം മൊത്തത്തില് ഇതാണ് വർത്തായതില്ലേ? ആമ്പലും കുളത്തിനേക്കാളും ഇവിടെ വന്നതാണ് വർത്തായത് നിനക്ക്. സംഭവം കരയല്ല കൈ, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോവാണ്. കാരണം എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആ മുളകൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി എനിക്കൊന്ന് അച്ചാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എനിവേ സൂപ്പർ. കുറച്ച് ബാക്കി തരും എനിക്ക് കുടിക്കാൻ. ഇത് വാങ്ങിക്കൊണ്ടുപോകണമെന്നുണ്ടല്ലേ വീട്ടിൽ പോയിട്ടും കുടിക്കാൻ. ഇത് കാണുമ്പോ തന്നെ കൊതിയാവണം. പിന്നെ ഇന്നത്തെ ദിവസമാണ് വർത്തല്ലേ അല്ലേ? പ്രത്യേകിച്ച് നിനക്ക്. അല്ല അത് നമ്മൾ വന്ന വഴി പോയിരുന്നെങ്കിൽ എത്രയല്ലേ നല്ല മിസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ ജസ്റ്റ് ടൗണിലേക്ക് കോട്ടയത്തേക്ക് വരണം വേണ്ടി അങ്ങനെ ചുറ്റി വന്നാണ്. അവർക്കും ഭയങ്കര ഇഷ്ടം. അവർ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് അവര് അല്ലേ? പിന്നെ കുറച്ചും കൂടി ഇഷ്ടമാവും. ഇത് കഴിച്ചു നോക്ക് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് എടുത്തു തരുന്നുണ്ട്. എല്ലാം നിങ്ങക്ക് വേണ്ടത് എടുത്ത് കഴിച്ചോ. സെയിം ടൈമിംഗ് ആണ് ഇന്നലെ ഇന്നും. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാം, വീട്ടിൽ പോവാം. പക്ഷെ നമ്മൾ അവിടെ നിന്നപ്പോഴും മഴ പെയ്തില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്കൊക്കെ ഭാഗ്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങുമ്പോ വണ്ടി കയറുമ്പോഴാണ് മഴ പെയ്യണത്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ചതിക്കുന്നില്ല, പക്ഷെ മഴ ഉണ്ട്. അതിപ്പോ സീസൺ ആയതുകൊണ്ട് അങ്ങനെ. ഞങ്ങളുടെ കോട്ടയം ടൗൺ കാണിച്ചു തരാം. അവസാനം ഗ്രിൽ ടോപ്പ് റെസ്റ്റോറൻറ്റിലെത്തി. മനസ്സിലല്ലേ ഞങ്ങളുടെ നാട്ടിൽ വന്ന് തേടേണ്ടി വരും. നമ്മുടെ നാട് പോലെ ഇല്ല ഇവിടെ. ബിരിയാണി, കരിമീൻ, ബിരിയാണി, ചോറ്, അങ്ങനത്തെ ഐറ്റംസ്. നിന്റെ സ്പെഷ്യൽ ഐറ്റം കൂടി പറഞ്ഞു. എന്താ പറയുക? ചിക്കൻ ക്രീമി സൂപ്പ്. കഴിച്ചിട്ട് കുറേ ആയില്ലേ? ഇതൊക്കെ ഞങ്ങൾ അവിടെ നാട്ടിൽ റെഗുലർ ആയിട്ട് കഴിക്കുന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ നാട്ടിൽ എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? നീ റാവുത്തർ ബിരിയാണി മിസ്സിങ്. പിന്നെ ഇതൊക്കെയായിരുന്നു മിസ്സിങ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ വാങ്ങി. അത് നമ്മുടെ കിട്ടില്ല. ഇനി പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞാവിനെയും കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അത് വേറെ നീ സൽക്കാരം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടെ. കരിമീൻ പൊള്ളിച്ചതും പാർസൽ സ്റ്റാർട്ടർ ജുപ്പർ നമുക്കൊരു സാധനം വരും, സൂപ്പ് വരും, ചിക്കൻ സൂപ്പ് അങ്ങോട്ട് വരും. അത് കഴിച്ച് ഞങ്ങളങ്ങനെ പതുക്കെ ഇറങ്ങാം. നല്ല ആവി പറക്കണ സൂപ്പ്. ടേസ്റ്റ് പണി പറമനെ. ശരി, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്വീറ്റ് ഉണ്ടാവും ക്രീം ഇത്.